മികച്ച കോണ്ടന്റുകൾ കൊണ്ടോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫൈറ്റ്സ് കൊണ്ടോ നല്ലൊരു പാട്ടോ കൊണ്ടോ പോലും ഇന്ത്യൻ സിനിമയിൽ നല്ലൊരു ഇടം കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു ഇൻഡസ്ട്രി. അതായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ സാൻഡൽവുഡ് അഥവാ കന്നഡ ഫിലിം ഇൻഡസ്ട്രി. മികച്ച ആക്ടേഴ്സ് ഉണ്ടായിരുന്നിട്ട് പോലും നല്ലൊരു സിനിമ എക്സിക്യൂട്ട് ചെയ്യാൻ കന്നഡ സിനിമയ്ക്ക് പലപ്പോഴും കഴിഞ്ഞിരുന്നില്ല. ആയിടയ്ക്കാണ് ഇന്ത്യയിൽ ഉടനീളം കോളിളക്കം സൃഷ്ടിച്ച് ഒരു സിനിമ റിലീസാകുന്നത്, KGF. KGFിനൊപ്പം അതിലെ നായകൻ റോക്കി ബായിക്കും റോക്കി ബായി ആയി എത്തിയ യാഷ് എന്ന നവീൻ കുമാർ ഗൗഡയ്ക്കും വേണ്ടി ഭാഷാഭേദമന്യേ എല്ലാവരും ആരവം മുഴക്കി. ഇന്ന് KGF റോക്കിംഗ് സ്റ്റാർ റോക്കി ബായ് തന്റെ 38ാമത് പിറന്നാൾ ആഘോഷിക്കുകയാണ്. ടെലിവിഷൻ പരമ്പരകളിലൂടെ അഭിനയ ജീവിതത്തിന് തുടക്കമിട്ട യാഷ് 2007 തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത്. 2008 മൊഗ്ഗിന മനസ്സു എന്ന ചിത്രത്തിലൂടെ തന്റെ ആദ്യ ഫിലിംഫെയർ അവാർഡും യാഷ് സ്വന്തമാക്കി. അത് തന്റെ കരിയറിലെ ഒരു ബ്രേക്ക് ആയെങ്കിലും കന്നഡ പ്രേക്ഷകർക്കിടയിൽ വേണ്ടത്ര ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ശേഷം നായകനായി വന്ന റോക്കി തിയേറ്ററിൽ വൻ പരാജയമായി മാറുകയും ചെയ്തു. പിന്നീട് 2-3 ചിത്രങ്ങൾക്ക് ശേഷം 2010 യഥാർത്ഥ യാഷ് യുഗം ആരംഭിക്കുന്നത്. 2010 റിലീസ് ചെയ്ത് ഭാമയും യാഷും നായികന്മാരായി എത്തിയ മൊദലസല എന്ന ചിത്രം തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കാനായില്ലെങ്കിലും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ ചിത്രമായിരുന്നു. കിരാടക എന്ന ചിത്രത്തിലൂടെ മറ്റൊരു ഹിറ്റ് കൂടെ സാൻഡൽവുഡിൽ യാഷ് നൽകി. ആ വർഷം തന്നെ ക്രൈം ബേസ് ചെയ്തുള്ള രാജധാനിയും മികച്ച വിജയമായി. ഈ ചിത്രം പിന്നീട് തെലുങ്കിലേക്ക് ഡബ് ചെയ്യുകയും ചെയ്തു. ഡ്രാമ എന്ന ചിത്രത്തിന്റെ വിജയത്തോടെ കർണാടക മുഴുവനായും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ യാഷിന് കഴിഞ്ഞു. ഗൂഗലി എന്ന ഹിറ്റ് ചിത്രത്തിലെ യാഷിന്റെ ഹെയർ സ്റ്റൈലും ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചു. പിന്നീട് വന്ന രാജഹുലി, ഹിസ്റ്ററിക്കൽ മൂവിയായ ഗജകേസരി തുടങ്ങിയവയും വലിയ വിജയങ്ങളായി. മൊദലസല എന്ന ചിത്രത്തിന് ശേഷമുള്ള ബാക്ക് ടു ബാക്ക് വിജയത്തോടെയാണ് യാഷിന് റോക്കിംഗ് സ്റ്റാർ എന്ന ബെൽറ്റ് കിട്ടുന്നത്. മിക്ക ഓണേഴ്സിലും പയറ്റി ഒരു ആക്ടർ എന്ന രീതിയിൽ തന്റെ കാലിബർ എത്രത്തോളം ഉണ്ടെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ യാഷിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനുമുപരി പ്രശാന്ത് നീലിന്റെ KGF സീരീസിലൂടെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന പട്ടമാണ് ഇപ്പോൾ യാഷ് കൈവെള്ളിലാക്കിയിരിക്കുന്നത്.